നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 2025-26 വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ചെയർപേഴ്സൺ ഗേൾസ് ഹൈസ്കൂളിലെ 13 കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് അർഹത. വാടാനപ്പള്ളിയിൽ 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. ഇടുക്കി തൊടുപുഴ കുന്നം സ്വദേശി തൊട്ടാവാടിയിൽ വീട്ടിൽ അൻസലാണ് അറസ്റ്റിലായത്. ഗൃഹാതുരത്വം പേർന്ന ഓർമ്മകളുടെ നിറവിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ചങ്ങാതിക്കൂട്ടത്തിന്റെ കുടുംബസംഗമം. ഓർമ്മയിൽ ഒരു ശിശിരം എന്ന പേരിലാണ് ചങ്ങാതിക്കൂട്ടം കുടുംബസംഗമം ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. 2025-26 വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ചെയർപേഴ്സൺ ഗേൾസ് ഹൈസ്കൂളിലെ 13 കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് അർഹത. തുടർച്ചയായ മൂന്നാം തവണയാണ് ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂൾ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷയിൽ തൃശൂർ ജില്ലയിൽ തന്നെ ഒന്നാമതെത്തുന്നത്. സ്കോളർഷിപ്പ് പരീക്ഷയിൽ അഭിമാന നേട്ടം കൈവരിച്ചതിന്റെ ഭാഗമായി സ്കൂളിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. പ്രധാനാധ്യാപകൻ ഇ പി ഉണ്ണികൃഷ്ണൻ വിജയികളായ കുട്ടികൾക്ക് മധുരം സമ്മാനിച്ചു. ജീവിതയാത്രയിൽ വിജയത്തിന്റെ പടവുകൾ കയറാൻ കുട്ടികൾക്ക് കഴിയട്ടെയെന്ന് അദ്ദേഹം ആശംസിച്ചു. എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. കാരണം NMMS റിസൾട്ട് വന്നപ്പോൾ 13 പേര് സ്കോളർഷിപ്പ് കരസ്ഥമാക്കിയിട്ടുണ്ട്. അത് റവന്യൂ ജില്ലയിൽ 1ാം സ്ഥാനത്താണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ ഈ ഒരു റിസൾട്ട് ആക്റ്റീവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഒരു പരിശ്രമം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ എങ്ങനെയുള്ള കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് കോച്ചിങ് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും. അതിൽ ടീച്ചേഴ്സിൻ്റെ വലിയ പങ്കുണ്ട്. കാരണം എല്ലാ ദിവസവും 3/4 മണിക്കൂർ സമയം ഈവനിങ്ങിൽ അവർക്ക് വേണ്ടി പ്രത്യേക ക്ലാസ് നടത്തുക, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ടീച്ചിങ് നമ്മൾ ചെയ്യാറുണ്ട്. കുട്ടികളനുസരിച്ച് അവർ പഠിക്കാറുണ്ട്. പാരൻസിന് നല്ല സപ്പോർട്ടുണ്ട്. PTA-യുടെ നല്ലൊരു സപ്പോർട്ടും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു കൂട്ടായ പരിശ്രമം. സ്കൂൾ മാനേജർ KG അച്യുതൻ, അധ്യാപകർ, PTA ഭാരവാഹികൾ, സഞ്ജീവനി സമിതി എക്സിക്യൂട്ടീവ് അംഗം വിജയൻ, വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ എന്നിവർ വിജയാഹ്ലാദത്തിൽ പങ്കെടുത്തു. തുടർച്ചയായിട്ട് 3 വർഷം NMMS പരീക്ഷകളിൽ തൃശ്ശൂർ റവന്യൂ ജില്ലയിൽ ഏറ്റവും ടോപ്പായി വന്നിരിക്കുകയാണ്. അത് ഈ വർഷം അവർ റവന്യൂ ജില്ലയിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. സംസ്ഥാന തലത്തിലും നിർണായകമായ ഒരു നേട്ടമാണ് CNN ഗേൾസ് ഹൈസ്കൂൾ കൈവരിച്ചിരിക്കുന്നത്. കേവലം NMMS സ്കോളർഷിപ്പ് മാത്രമല്ല, അക്കാഡമിക് രംഗത്തും സ്കോളർഷിപ്പുകളുടെ രംഗത്തും കേരളത്തിലും സംസ്ഥാനത്തിലും മികവുറ്റ നേട്ടം കൈവരിക്കുന്ന ഒരു സ്ഥാപനമാണ് ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂൾ. ഞാനിത് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ടീച്ചേഴ്സും സ്കൂളൊക്കെ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്കൂളിൽ പഠിക്കാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. ഇത് എനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലൊരു അഭിമാന നിമിഷമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ചിട്ടയായ പരിശീലനമാണ് കുട്ടികളെ വിജയികളാക്കിയതെന്ന് NMMS കോർഡിനേറ്ററും അധ്യാപികയുമായ സുമം പറഞ്ഞു. ഞങ്ങളുടെ NMMS കിട്ടിയ 13 കുട്ടികളാണ് നിൽക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂർ റവന്യൂ ഡിസ്ട്രിക്റ്റിൽ ടോപ്പാണ്. NMMS ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ ജൂൺ മുതൽ തന്നെ അവർക്ക് പരിശീലനം കൊടുത്തു തുടങ്ങി. ഈ പരിശീലനത്തിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്തത് ഞങ്ങളുടെ HM ഉണ്ണിമാഷാണ്. പിന്നെ ഞങ്ങൾ എല്ലാ ടീച്ചർമാരും എല്ലാ സബ്ജക്റ്റും ഹാൻഡിൽ ചെയ്ത ടീച്ചേഴ്സും ഞങ്ങൾ ഈ കുട്ടികളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. സ്കൂളിൻ്റെ പേരിലും HMൻ്റെ പേരിലും ഈ കുട്ടികളുടെ പേരിലും എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. 6,24,000 രൂപയുടെ സ്കോളർഷിപ്പാണ് 13 വിദ്യാർത്ഥിനികൾ സ്വന്തമാക്കിയത്. വാടാനപ്പള്ളിയിൽ 21.5 കിലോഗ്രാം കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. ഇടുക്കി തൊടുപുഴ കുന്നം സ്വദേശി തൊട്ടാവാടിയിൽ വീട്ടിൽ അൻസലാണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് മാങ്ങാട് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേസിലെ 1ാം പ്രതിയായ ലിജിന് ലഹരിമരുന്ന് എത്തിച്ചു നൽകിയത് പ്രതി അൻസലാണെന്ന് പോലീസ് കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
അൻസൽ കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച കേസിൽ പ്രതിയാണ്. വാടാനപ്പള്ളി SHO ജെ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതി അൻസലിനെ പിടികൂടിയത്. ഗൃഹാതുരത്വം പേറുന്ന ഓർമ്മകളുടെ നിറവിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ചങ്ങാതിക്കൂട്ടത്തിന്റെ കുടുംബസംഗമം. ഓർമ്മയിൽ ഒരു ശിശിരം എന്ന പേരിലാണ് ചങ്ങാതിക്കൂട്ടം കുടുംബസംഗമം ഒരുക്കിയത്. അമ്മാടം സെന്റ് ആണീസ് ഹൈസ്കൂളിലെ ചങ്ങാതിക്കൂട്ടം എന്ന 1986 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ചങ്ങാതിക്കൂട്ടത്തിന്റെ ഒത്തുചേരൽ. മാതൃവിദ്യാലയത്തിൽ കൈകോർത്തു തുടങ്ങിയ പഴയ സൗഹൃദ നിമിഷങ്ങൾ കുടുംബസംഗമത്തിൽ ജീവൻ പകരുന്ന അനുഭവമായി. അധ്യക്ഷനായ TS രമേശും മിനിമോളും ഓർമ്മയിലൊരു ശിശിരം എന്ന കുടുംബസംഗമത്തിലേക്ക് പഴയ സഹപാഠികളെ വിളിച്ചുണർത്തി. ചങ്ങാതിക്കൂട്ടത്തിന്റെ അഡ്മിനായ മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. റീജൻ, LC, സുകുമാരൻ, VN രാധാകൃഷ്ണൻ, വിജയകുമാർ എന്നിവർ പഠനകാല ഓർമ്മകൾ പങ്കുവച്ചു. 50ഓളം പഴയ സഹപാഠികൾക്കൊപ്പം അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നതോടെ ഓർമ്മയിൽ ഒരു ശിശിരം യഥാർത്ഥത്തിൽ ഗൃഹാതുരത്വമുള്ള അനുഭവമാണ് സമ്മാനിച്ചത്. വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ 8 വർഷമായി ചങ്ങാതിക്കൂട്ടം നടപ്പിലാക്കുന്നത് നിരവധി ചികിത്സാ സാമ്പത്തിക സഹായങ്ങളാണ്. കൂടാതെ സ്കൂൾ പരിസര ശുചീകരണത്തിലും ചങ്ങാതിക്കൂട്ടം വ്യാപൃതരാകുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ വിരമിച്ച CV രാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഴയകാല സ്നേഹമഴ നനയുന്നൊരു അനുഭവം കൂടിയായി ഓർമ്മയിൽ ഒരു ശിശിരം. പഴയ സഹപാഠികൾ കൈകോർത്ത കലാപരിപാടികൾക്കൊപ്പം സ്നേഹവിരുന്നിന്റെ മാധുര്യവും ചങ്ങാതിക്കൂട്ടത്തിന് ഓർമ്മയിൽ ഒരു ശിശിരമായി. 8 വർഷത്തോളമായി ഈ 8 വർഷത്തിന് ശേഷം നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇതുവരെ വേണ്ടത്ര രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തതല്ലേ ഇതുവരെ നമ്മുടെ ചരിത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ നാളുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ തിരികെയാവും. ആ സമയത്ത് നമുക്ക് ഈ ചങ്ങാതിമാരുണ്ടാവുള്ളൂ. എപ്പോഴും കൂടെ നിൽക്കാനും എന്ത് കാര്യങ്ങളും വിളിച്ചാലും ഓടിക്കാനും നമ്മുടെ ചങ്ങാതിമാരെ ഉണ്ടാവുള്ളൂ. നമ്മൾ എല്ലാ വിദ്വേഷങ്ങളും എല്ലാം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് കൂടി പറയുന്നത്. നമ്മുടെ ചങ്ങാതിമാരെ കുറിച്ച് പറയാൻ വയ്യ. ഈ നമ്മൾ 2015 തുടങ്ങിയിട്ട് നമുക്കൊരു വികലാംഗ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രൂപ്പിനെ നിർജ്ജീവമായി സമയത്ത് നമുക്കത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അന്ന് എന്തോ ഞാൻ എൻ്റെ ഫോണിലെല്ലാവരും നമ്പർ സേവ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് വിജയന്റെ ഒക്കെ നിർമ്മാണത്തിൽ ഞങ്ങളോടൊപ്പം തന്നെ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പാണ് ഇന്നിപ്പോൾ നമ്മുടെ ഈ ലെവലിൽ വരെ ചെയ്യുന്നത്. അത് വഴിയായിട്ട് നമ്മൾ നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സുഹൃത്ത് സംഗമം സംഘടിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മൂല്യബോധമുള്ള തലമുറയിലെ വിദ്യാലയ പ്രവർത്തനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സുഹൃത്ത് സംഗമം ഒരുക്കിയത്. കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, CBSE തൃശൂർ സെൻട്രൽ സഹോദയ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിനു K രാജ്, വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി ഡോക്ടർ A രാധാകൃഷ്ണൻ, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ അജി വേണുഗോപാൽ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം KS ജോൺസൺ, വിവേകാനന്ദ ട്രസ്റ്റ് രക്ഷാധികാരി NP മുരളി, സെക്രട്ടറി KS സുഗേഷ്, ട്രഷറർ തിലകൻ അയ്യഞ്ചിറ, മാനേജർ C രാഗേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കുന്നംകുളത്ത് KSRTC ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 15ഓളം യാത്രക്കാർക്ക് പരിക്ക്. KSRTCയുടെ സൂപ്പർഫാസ്റ്റ് സ്വിഫ്റ്റ് ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 2:30 കുന്നംകുളം തൃശൂർ റോഡിൽ ഒനീറോ ജംഗ്ഷനിലായിരുന്നു അപകടം. തൃശൂരിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സും കോഴിക്കോട് നിന്ന് കോതമംഗലത്തേക്ക് വരികയായിരുന്ന സ്വിഫ്റ്റ് ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂരിൽ നിന്ന് വരികയായിരുന്ന സൂപ്പർഫാസ്റ്റ് ബസ് ജംഗ്ഷനിലെ ബാരിക്കേഡുകൾ മറികടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്വിഫ്റ്റ് ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. പരിക്കേറ്റവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. യാത്രക്കാരിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടം നടന്നയുടൻ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ പ്രദേശവാസികളെ ഭീതിയിലാക്കി കാട്ടാന. പാഞ്ഞെടുത്ത കാട്ടാനയെ തുരത്തിയോടിച്ച് നാട്ടുകാർ. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് സംഭവം. പള്ളിയിൽ ഊട്ടുതിരുന്നാൾ കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങുകയായിരുന്ന പ്രദേശവാസികളാണ് കാട്ടാനയെ കണ്ടത്. ഇതിനിടെ കാട്ടാന ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്തത് ആശങ്കയ്ക്കിടയാക്കി. ഇതോടെ നാട്ടുകാർ ബഹളം വെച്ചും പടക്കം പൊട്ടിച്ചും കാട്ടാനയെ പ്രതിരോധിച്ചു. അല്പസമയത്തിനകം കാട്ടാന വനത്തിലേക്ക് കയറിപ്പോയതോടെയാണ് ആശങ്ക ഒഴിവായത്.
ലോക തൊഴിലാളി ദിനത്തിൽ KSRTC ജീവനക്കാരനെ ആദരിച്ച് പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി. KSRTC തൃശൂർ ഡിപ്പോയിലെ ജീവനക്കാരൻ ഗിരീഷ് ഏറാട്ടാണ് ആദരിക്കപ്പെട്ടത്. മണപ്പുറം സമീക്ഷ ചെയർമാൻ MP സജീവൻ ലോക തൊഴിലാളി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. രാംപ്രസ്ഥാൻ സംഘടനയുടെ മാനവശ്രീ പുരസ്കാര ജേതാവ് കൂടിയായ KSRTC ജീവനക്കാരൻ ഗിരീഷ് ഏറാട്ട്, മാധ്യമപ്രവർത്തകൻ സായുജ് തൃപ്രയാർ എന്നിവർ ആദരം ഏറ്റുവാങ്ങി. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആന്റോ തൊറയൻ അധ്യക്ഷനായി. സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, കവി ദിനേശ് രാജ, പോൾ പുലിക്കോട്ടിൽ, ഹരിദാസൻ ചെമ്മാപ്പിള്ളി, വില്ലി പട്ടത്താനം, ഷീജ ജോഷി, ഷംസുദ്ദീൻ കടുകപീടികയിൽ, സക്കീന റസാഖ് എന്നിവർ സംസാരിച്ചു. എടതിരുത്തി ചൂലൂർ സുഹൃതം അംഗൻവാടിയിൽ യാത്രയയപ്പ് യോഗം സംഘടിപ്പിച്ചു. വിരമിക്കുന്ന ജീവനക്കാരി VK മടിക്ക് യോഗത്തിൽ യാത്രയയപ്പ് നൽകി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KB അജയ്ഘോഷ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ചന്ദ്രബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നവമി പ്രസാദ്, KK അജിതകുമാരി, അംഗൻവാടി വർക്കർ അജിത, സുനിൽ വെന്നിക്കൽ എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിനി വെള്ളമ്പത്ത് ശ്രീ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി നാരായണൻകുട്ടി ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. മുത്തപ്പന് കളം, വീരഭദ്രന് കളം, വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളം, ഭദ്രകാളിക്ക് രൂപക്കളം തുടങ്ങി ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. പകൽപൂരത്തിൽ ഗജവീരൻ തോട്ടേക്കാട് വിനായകൻ ഭഗവതിയുടെ തിടമ്പേറ്റി. തൃപ്രയാർ അനിയന്മാരാർ നയിച്ച പാണ്ടിമേളം എഴുന്നള്ളിപ്പിന് അകമ്പടിയേകി. ദീപാരാധന, വർണ്ണമഴ എന്നിവയ്ക്ക് ശേഷം ഡബിൾ തായമ്പക അരങ്ങേറി. തുടർന്ന് വിളക്കെഴുന്നള്ളിപ്പ് നടന്നു. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ പ്രവീൺ വെളമ്പത്ത്, ശങ്കരൻ വെളമ്പത്ത്, മുരളീധരൻ വെളമ്പത്ത് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കീഴ്പിള്ളിക്കര ജനകീയ സമിതിയുടെയും ആന്ത്രോപോ സോക്കേഴ്സിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് തുടക്കമായി. മയക്കുമരുന്ന് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ളതാണ് പരിശീലന ക്യാമ്പ്. കീഴ്പിള്ളിക്കര ഗവൺമെന്റ് നളന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്നതാണ് സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ്. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ജനകീയ സമിതി ചെയർമാൻ PB അനിൽ അധ്യക്ഷനായി. വാർഡംഗം സജിത സുനിൽകുമാർ, ഷീബ രാമചന്ദ്രൻ, ജനകീയ സമിതി കൺവീനർ TV ദിബു, PM ഹബീബുള്ള, ബഷീർ ബാവ, PH സ്വാലിഹ്, V ഗോകുൽ കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,835 രൂപ, പവന് 1,14,680 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 2025-26 വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ചേർപ്പസീനം ഗേൾസ് ഹൈസ്കൂളിലെ 13 കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് അർഹത. വാടാനപ്പള്ളിയിൽ 21.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയ കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. ഇടുക്കി തൊടുപുഴ കുന്നം സ്വദേശി തൊട്ടാവാടിയിൽ വീട്ടിൽ അൻസലാണ് അറസ്റ്റിലായത്. ഗൃഹാതുരത്വം പേർന്ന ഓർമ്മകളുടെ നിറവിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ചങ്ങാതിക്കൂട്ടത്തിന്റെ കുടുംബസംഗമം. ഓർമ്മയിൽ ഒരു ശിശിരം എന്ന പേരിലാണ് ചങ്ങാതിക്കൂട്ടം കുടുംബസംഗമം ഒരുക്കിയത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.